Member Tejasvi Surya ji make some allegation against the government of Karnataka. And sir, DK Shivakumar is not a member of this house. I will go through the He is alleged. Sir, it should be removed from the record. You have made a point. I'll go through. Tejasvi Surya ji. Please, sir. अध्यक्ष जी मैं कंक्लूड बैठ जाइए अध्यक्ष जी वेणुगोपाल जी मुझे याद किए कर्नाटक के बारे में। वेणुगोपाल जी मैं आपके माध्यम से अध्यक्षों को बताना चाहता हूं, इसी साल एसएससी का प्रिपरेटरी पेपर लीक हुआ है, पीयूसी का प्रिपरेटरी पेपर लीक हुआ है, मतलब बंगाल का डेस्टिनेशन कर लेंगे आप, वो बताइए कर लेंगे आप? Justice is not a one-way street. Principle is not a one-way street. It's a two-way street. Venugopal ji, it's a two-way street. अध्यक्ष जी, AIMS PT examination 2006, ICAI CPT examination 2007, GLADS 2009, Railway Recruitment Board examination 2009, AIEEE 2011, SSC CGL examination 2013, ये सारी की सारी पेपर लीक तब थी जब विपक्षी दल सत्ता में था, यानी कांग्रेस लेड यूपीए गवर्नमेंट। ഈ പാർലമെന്റിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കുറേയധികം മാപ്രകൾ മുഖ്യ ഒരു വാർത്തയാണ് ഇതെന്നുള്ളത് എടുത്തു പറയാം. കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ കേരളത്തിലെ ചാനലുകളിലും തന്നെ ഇതൊന്നും തന്നെ കണ്ടില്ല. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇരുന്ന് വിയർത്ത് കുളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രീതിയിൽ അവർ BJPയെ അതിനുള്ളിൽ പെടുത്താൻ നോക്കിയപ്പോഴത്തേക്കും, അതായത് ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പെടുത്താൻ നോക്കിയപ്പോൾ അതിന്റെ ഡബിൾ എഫക്റ്റിൽ തിരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് നടന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ക്രമക്കേടുകൾ, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുന്ന തരത്തിലോട്ട് പാർലമെന്റിൽ കാര്യങ്ങൾ BJP മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലോട്ടായി പോയി കോൺഗ്രസിന്റെ ആ ഒരു കാര്യം പാർലമെന്റിൽ നടന്നതെന്ന് പറയാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വേണുഗോപാലിന് നേരെ ചൊവ്വയെ തിരിച്ച് ഈ പറയുന്ന രീതിയിൽ തേജസ്വി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത തരത്തിലോട്ട് വാമൂടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് പാർലമെന്റിൽ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത്. എന്താ അവസ്ഥ എന്ന് പറയണേ. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത്. ഒന്ന് ആലോചിക്കണേ. ഈ പറയുന്ന കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടികളുടെ സമരം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് റോളാണ് ഉള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി എന്നുള്ളത് വാസ്തവമാണ്. അതിനിടയിൽ തന്നെയാണ് പാർലമെന്റിൽ ഈ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനെ നിർത്തിപ്പൊരിക്കുന്ന തരത്തിലോട്ട് BJPയിലെ ഓരോ MP-മാരും ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ തോതിലുള്ള പ്രശ്നമായിരുന്നു പാർലമെന്റിൽ ഉണ്ടായതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. BJPയെ വെള്ളം കുടിപ്പിക്കാനായിട്ട് പോയിട്ട് അവസാനം പ്രതിപക്ഷം നിന്നുരുകുന്ന ഒരു കാഴ്ചയാണ് പാർലമെന്റിൽ കാണാനിടയായത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ മാപ്രകൾക്കൊന്നും തന്നെ ഇതൊന്നും ദഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ ഇതൊക്കെ മുക്കും, ഇതുപോലുള്ള വാർത്തകളൊക്കെ തന്നെ മുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. അതായത് കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും അടപടലം പെടുത്തി എന്ന് തന്നെ പറയണം. പാർലമെന്റിൽ ഭരണപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നേരെ ചൊവ്വേ ഉത്തരം പറയാനായിട്ട് കോൺഗ്രസിന് ഇല്ല. കാരണം അത്രത്തോളം ക്രമക്കേടുകൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഒക്കെ തന്നെ നടന്ന ഓരോ കാര്യം, കോൺഗ്രസ് ഒക്കെ തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്ന ഓരോ കാര്യങ്ങളും, ഓരോ പരീക്ഷാ പേപ്പർ ചോർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പച്ചയ്ക്ക് പാർലമെന്റിൽ വിളിച്ചു പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളത് കോൺഗ്രസിനെ ഇരുത്തിക്കളഞ്ഞു എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അത്രത്തോളം പെടുത്തി എന്ന് വേണം ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാനായിട്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാറ്റാ സമരത്തിലൂടെ വലിയ തിരിച്ചടി നേരിട്ടു. BJPയെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയിട്ട് അതിലും ഇപ്പോൾ പാർലമെന്റിനുള്ളിൽ പോലും കോൺഗ്രസ് 8ന്റെ പണി വാങ്ങിച്ചു വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് മാത്രമല്ല, നേരെ ചൊവ്വയെ BJP ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാത്ത വണ്ണം അവിടെ ഇരുന്ന് വിയർത്തുപോയി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. എന്തൊരു അവസ്ഥ എന്ന് നോക്കണേ. ഒരു വല്ലാത്ത അവസ്ഥയിലോട്ടാണ് കോൺഗ്രസിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളവും പാർലമെന്റിനുള്ളിൽ പോലും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് പറയുന്നത് അവനവൻ കുഴിച്ച കുഴിയിൽ അവസാനം അവനവൻ തന്നെ വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത്. അത് കോൺഗ്രസിന്റെ കാര്യത്തിൽ, പ്രതിപക്ഷ പാർട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സമ്പൂർണ്ണമായി വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് മാറി എന്നുള്ളതാണ് വാസ്തവം. അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും കാര്യങ്ങൾ ഈ പറയുന്ന തോതിൽ ഇപ്പോൾ BJP പച്ചയ്ക്ക് പുറത്തു കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കായാലും ഒക്കെ തന്നെ ഇനി അങ്ങോട്ട് 16ന്റെ പണികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ സംഘികൾ ഒരിക്കലും നോക്കിയിരിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. പല രീതിയിൽ പല തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാ അർത്ഥത്തിലും വലിഞ്ഞു മുറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഒരു തുടക്കമാണ് പാർലമെന്റിൽ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലോട്ട് പ്രതിപക്ഷത്തെ കാര്യങ്ങൾ മാറ്റിയതെന്ന് പറയുന്നത്.